സിൽവർ ETF-ലെ ട്രാക്കിംഗ് എറർ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് കുറേ പേര് ചോദിച്ച ചോദ്യമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സിൽവർ ETF വളരെ പ്രീമിയത്തിൽ ട്രേഡ് ചെയ്തപ്പോൾ അപ്പോൾ വാങ്ങല്ലേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് സമയം കണ്ടെത്തേണ്ടതെന്ന് ചോദിച്ചത്. ഇപ്പോൾ റിയൽ മാർക്കറ്റിൽ നല്ലൊരു നമുക്ക് നേരിട്ട് കണ്ട് പഠിക്കാൻ പറ്റിയ ഒരു പ്രാക്ടിക്കൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് സിറോദ ഫണ്ട് ഹൗസിന്റെ വെബ്സൈറ്റിലാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവരുടെ ETF ഉണ്ട്. സിറോദ സിൽവർ ETF എന്ന് പറഞ്ഞാൽ സിൽവർ കേസാണ്. അതിന്റെ ഐനാവ് ഇപ്പോൾ ഉള്ളത് 17.69 ആണ്. ഐനാവ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റീവ് നെറ്റ് അസറ്റ് വാല്യൂ. ഇതിനെപ്പറ്റി വിശദമായ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ കറക്റ്റ് സമയം കണ്ടെത്തേണ്ടത് ഐനാവ് ഒരു ETF-ന്റെ വെബ്സൈറ്റിൽ വന്ന് നോക്കുക. അതിനുശേഷം ബ്രോക്കറിൽ ചെന്നിട്ട് അതേ സിൽവർ കേസ് എന്നുള്ള അതേ ETF ട്രേഡ് ചെയ്യുന്ന വില നോക്കുക. 16.78 അല്ലെങ്കിൽ 16.8. അപ്പോൾ ഈ ഐനാവിനേക്കാളും വില കുറവിൽ അത് ട്രേഡ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ എത്ര വില കുറവിൽ? നിയർലി ₹1 വില കുറവിൽ. അപ്പോൾ ₹1 ഡിവൈഡഡ് ബൈ അതിന്റെ ഐനാവ് 17.69 എന്ന് പറയുമ്പോൾ നിയർലി ഒരു 4-5% ഡിസ്കൗണ്ടിലാണ് സിറോദയുടെ സിൽവർ ETF ട്രേഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത് ഡിസ്കൗണ്ടിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതേ സമയം തന്നെ നോക്കുകയാണെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ളതാ നിപ്പോണിന്റെ ഇന്ത്യ സിൽവർ ETF, സിൽവർ ബീസ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിൽവർ ETF ആണല്ലോ. അതിന്റെ ഐനാവ് എന്ന് പറയുന്നത് 154.34 ആണ്. എന്നാൽ അത് ട്രേഡ് ചെയ്യപ്പെടുന്നത് സിൽവർ ബീസ് ട്രേഡ് ചെയ്യപ്പെടുന്നത് 158.75 നിയർലി ഒരു 3% മേലെ പ്രീമിയത്തിലാണ് അത് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സിൽവർ ETF വാങ്ങാൻ പോകുമ്പോൾ ഇതുപോലെ ഏത് ETF ആണോ അതിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് അതിന്റെ ഐനാവ് നോക്കുക. എന്നിട്ട് ബ്രോക്കറിൽ പോയിട്ട് അതിന്റെ റിയൽ ടൈം LTP നോക്കുക. LTP ഐനാവിനേക്കാളും കുറവ് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടുതലാണെങ്കിൽ പ്രീമിയമാണ്. പ്രീമിയമുള്ള സമയങ്ങളിൽ വാങ്ങാതിരിക്കുന്നതാണ് ഉചിതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വലിയ പ്രീമിയത്തിൽ 5 മുതൽ 10% വരെ പ്രീമിയത്തിലാണ് ഏറെക്കുറെ എല്ലാ AMC-കളുടെ ETF ട്രേഡ് ചെയ്തത്. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ഫുൾ ലെങ്ത് വീഡിയോ യൂട്യൂബിലുണ്ട്. വിശദമായി കണ്ടു പഠിച്ചിട്ട് മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ സിൽവറിനെ പറ്റി സംസാരിച്ച് തുടങ്ങുന്നത് ഓഗസ്റ്റിലാണ്. അതിനുശേഷം തന്നെ സിൽവർ ഇപ്പോൾ നിയർലി 40-50% കയറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു സംഭവമാണ്. ഇന്ന് ഇങ്ങനൊരു ഡിസ്കൗണ്ട് കുറേയധികം AMC-കളുടേതും ഡിസ്കൗണ്ടിൽ നിൽക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ലൈവ് മാർക്കറ്റിൽ കണ്ടപ്പോൾ അപ്പോൾ തന്നെ അത് കാണിച്ചു തരാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അതിശക്തം.